Next, gerrymandering. So gerrymandering means an unfair practice of restructuring constituencies by the party in power with a view to obtain more seats in the next election. വരുന്ന തെരഞ്ഞെടുപ്പിൽ നിലവിൽ ഭരിക്കുന്ന പാർട്ടിക്ക് അനുകൂലമായി കൂടുതൽ സീറ്റുകൾ നേടുന്നതിന് വേണ്ടി നിയോജക മണ്ഡലങ്ങളെ എന്ത് ചെയ്യുന്ന തരംതിരിക്കുന്ന ഒരു പ്രാക്ടീസാണ് എന്ന് പറയാം ജെറിമാൻഡറിംഗ്. ഇപ്പോൾ ഒരു പാർട്ടി ഭരിക്കുന്നു, അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്യണം? ആ പാർട്ടിക്ക് കൂടുതൽ സീറ്റ് എന്ത് ചെയ്യണം? നേടണം. അപ്പം അതിനുവേണ്ടി ആ പാർട്ടിക്ക് അനുകൂലമായ രീതിയിൽ നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തി പുനർനിർണ്ണയിക്കുന്ന പ്രക്രിയ, അൺഫെയർ പ്രാക്ടീസ്, മോശമായ ഒരു പ്രക്രിയയാണ് ഏതാ ജെറിമാൻഡറിംഗ് എന്ന് പറയുന്നത്. ദിസ് പ്രാക്ടീസ് ഓറിജിനേറ്റഡ് ഇൻ USA. ഇത് ആരംഭിച്ചത് അമേരിക്കയിലായിരുന്നു. ദ വേർഡ് ജെറിമാൻഡറിംഗ് ഈസ് അസോസിയേറ്റഡ് വിത്ത് the name of Ernest Jerry, the governor of Massachusetts in USA. അപ്പോൾ ഈ ഒരു ടേം ജെറിമാൻഡറിംഗ് എന്ന് പറയുന്ന ടേം അമേരിക്കയിലെ മാസച്യൂസെറ്റ്സ് സ്റ്റേറ്റിലെ ഗവർണറായിരുന്ന ഏണസ്റ്റ് ജെറിയുമായി ബന്ധപ്പെട്ടതാണ് ഏതാ ഈ ഒരു ടേം ഉണ്ടായത്. സോ one of the friends of Ernest Jerry exclaimed about this the picture of a constituency as salamander. Then another friend of Jerry states that it is not salamander but gerrymander. Since then the word gerrymander is used to denote the delimiting the boundaries of constituencies. അതായത് ഈ ജെറിമാൻഡറി, ഈ ഏണസ്റ്റ് ജെറി എന്ന് പറയുന്ന ആളാണ് നമ്മൾ പറഞ്ഞ ഈ ഒരു പ്രക്രിയ കൊണ്ടുവന്ന് പറഞ്ഞല്ലേ. അപ്പം അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത്. അദ്ദേഹം എന്താ അവിടുത്തെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയുടെ പിക്ചർ കണ്ടപ്പോൾ സാലമാൻഡർ എന്ന് പറയുന്ന ആ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി നിയോജക മണ്ഡലത്തിൻ്റെ ഒരു പിക്ചർ കണ്ടപ്പോൾ അയാൾക്ക് എന്ത് തോന്നി? അതിശയം തോന്നുകയും അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഫ്രണ്ട് പറഞ്ഞത് ആ സ്ഥലം അത് സാലമാൻഡർ എന്ന പേരല്ല, അതിന് അനുയോജ്യം അത് ജെറിമാൻഡറാണ്. അപ്പോൾ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ജെറിമാൻഡർ എന്ന വാക്ക് എന്ത് ചെയ്ത് അവിടെ ഉണ്ടായത്. അതായത് ഈ ഏണസ്റ്റ് ജെറി എന്ത് ചെയ്തു, അദ്ദേഹത്തിന് അനുയോജ്യമായ രീതിയിൽ ഈ കോൺസ്റ്റിറ്റ്യുവൻസിയെ രൂപപ്പെടുത്തി എടുക്കുക ചെയ്തു. അപ്പോൾ അത് പേര് കേട്ടപ്പോൾ സാലമാൻഡർ, അപ്പോൾ അതിൻ്റെ പിക്ചർ കണ്ടപ്പോൾ അയാൾക്ക് എന്ത് തോന്നി? അതിശയം തോന്നുന്നു. അങ്ങനെ മറ്റൊരു സുഹൃത്ത് പറഞ്ഞു ഇത് സാലമാൻഡർ അല്ല ജെറിമാൻഡറാണ്. അപ്പോൾ അങ്ങനെയാണ് അന്ന് മുതൽ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ കോൺസ്റ്റിറ്റ്യുവൻസി എന്ത് ചെയ്യുന്നതിന് നിലവിൽ ഭരിക്കുന്ന പാർട്ടിക്ക് അനുകൂലമായി മാറ്റിയെടുക്കുന്ന ആ ഒരു പ്രക്രിയയ്ക്ക് ഏത് പേര് വന്നത്? ജെറിമാൻഡറിംഗ് എന്ന പേര് വന്നു. അപ്പം ഡീലിമിറ്റേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസീസ് ഫോർ ഗെറ്റിംഗ് മോർ സീറ്റ് ദ റൂളിംഗ് പാർട്ടിക്ക് കൂടുതൽ സീറ്റ് നേടാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, കോൺസ്റ്റിറ്റ്യുവൻസി ഡീലിമിറ്റ് ചെയ്യുന്ന പ്രക്രിയയാണ് എന്താ ജെറിമാൻഡറിംഗ് എന്ന് പറയുന്നത്.